കണ്ണൂർ CPMൻ്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തിയൊരു പ്രസ്താവനയിലേക്കാണ് ആദ്യം പോകുന്നത്. CPMൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്നലെ നായനാർ അനുസ്മരണത്തിൽ KK രാഗേഷിൻ്റെ ഒരു പ്രസംഗം ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് KK രാഗേഷ് തോൽവിയുടെ കാരണമായിട്ട് പറയുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. അദ്ദേഹം മറ്റൊന്ന് പറയുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കിയും പള്ളി നോക്കിയും വോട്ട് ചെയ്യാവോ എന്ന് പ്രചരിപ്പിച്ചു എന്ന് കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ CPMന് കുറഞ്ഞ വോട്ടുകൾ ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ അവിടെ UDFന് വേണ്ടിയിട്ട് BJP വോട്ട് മറിക്കുകയും പകരം നേമത്ത് BJPനെ UDF സഹായിക്കുകയും ചെയ്തു എന്ന് കൂടിയിട്ട് രാഗേഷ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നപ്പോൾ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പിണറായി പറയുന്നത് KK രാഗേഷ് പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ പറഞ്ഞ ചില കാര്യങ്ങളാണ്, അതിനെ ഒരു മതവിഭാഗത്തിനെതിരെ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്ന് കൂടിയിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂരിൽ നടന്ന മത്സരങ്ങൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അടക്കം അത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം KK രാഗേഷിനെതിരെ വലിയ വിമർശനങ്ങൾ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടക്കം മാറ്റണമെന്ന രീതിയിലുള്ള വലിയ ആവശ്യം അണികൾക്കിടയിൽ നിന്നുകൂടിയിട്ട് ഉയർന്നൊരു സാഹചര്യത്തിലാണ് KK രാഗേഷ് ഇത്തരത്തിലുള്ളൊരു കണ്ടുപിടുത്തമായിട്ട് വരുന്നത്. ഇതിലേക്കാണ് ആദ്യം. പ്രമോദ് സാർ, നിലവിൽ ഇപ്പോൾ CPMൻ്റെ ഓരോ ജില്ലയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദനെതിരെയാണേലും അതിനൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയാണെങ്കിൽ പോലും വലിയ വിമർശനങ്ങൾ. അതോടൊപ്പം തന്നെ കണ്ണൂരിനെ പ്രത്യേകമായി കൂടിയിട്ട് ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു കാര്യത്തെ വീണ്ടും വന്നിട്ട് ന്യൂനപക്ഷ വർഗീയതയെ കൊണ്ട് മാത്രമാണ് CPMനെതിരെ ഇത്ര വലിയൊരു വിജയം UDFന് നേടാനായത് എന്ന് പറയുകയാണ് രാഗേഷ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? നോക്കൂ, ഇതിൽ നമ്മൾ വിചാരിക്കുന്നത് ഈ ജില്ലാ കമ്മിറ്റികളിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിശോധനയിലും സ്വയം വിലയിരുത്തലിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണല്ലോ. വളരെ രൂക്ഷമായ വിമർശനങ്ങൾ നടക്കുന്നു, സ്വയം വിമർശനങ്ങൾ ഉണ്ടാവുന്നു. ഇന്നൊക്കെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് വളരെ സ്വയം വിമർശനപരമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ഒരു വളരെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചില നിഗമനങ്ങളിലേക്ക് CPM എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അതിന് തീർത്തും ഘടകവിരുദ്ധമായ ഒരു പ്രസംഗമാണ് ഇന്നലെ അവിടെ ഈ പറഞ്ഞ പരിപാടിയിൽ KK രാഗേഷിൽ നിന്നുണ്ടായത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് CPMൻ്റെ തന്നെ വിവിധ തലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഒന്ന് മാത്രമാണ്. കാരണം പലർക്കും ഈ അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായമാണ് ഉള്ളത്. നമ്മൾ അങ്ങനെ നോക്കുകയാണ്, ആ പാർട്ടിയുടെ കാര്യം തന്നെ നോക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അവരുടെ SFI വിദ്യാർത്ഥി സംഘടന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഈ തൊട്ടുപുറകെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ലീഗിനെ മുൻനിർത്തി വർഗീയത കൊണ്ട് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തടയണം എന്ന നിലയിൽ. അത് എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി ഉൾപ്പെടെ ലീഗിനെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ മുൻനിർത്തിയാണ് ആ പരാമർശം എന്നാണ്. അതുപോലെ തന്നെ DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി VK സനോജ്, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLAയും കൂടിയാണ്, അദ്ദേഹവും സമാനമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും ഇതിനെ എതിർക്കുന്നുണ്ട്. ലീഗിനെ മുൻനിർത്തി ഉള്ള ഒരു വർഗീയ പ്രചാരണമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ. ലീഗിൻ്റെയും അതുപോലെ തന്നെയുള്ള വർഗീയ ശക്തികളുടെയും ഒക്കെ പിന്തുണയോടെ വന്നതാണ് എന്ന തരത്തിലുള്ള പ്രചാരണത്തോട് യോജിക്കുന്നില്ല. ഈവൻ സജി ചെറിയാൻ പോലും അങ്ങനെ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ദേശാഭിമാനി പത്രത്തിൽ ഉൾപ്പെടെ അവരുടെ ലേഖകരുടെ റിപ്പോർട്ടുകളിലൊക്കെ ഈ ആശയം, അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു മുസ്ലിം ലീഗ് നടത്തിയ വർഗീയ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാർ ഉണ്ടായത് എന്ന മട്ടിലുള്ള സംഗതികൾ അതിന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇക്കാര്യത്തിൽ അവർക്കൊരു അഴകുഴമ്പൻ സമീപനമാണ്. ഓരോരുത്തർക്കും അവസരവാദപരമായി അപ്പം തോന്നുന്നു പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഗേഷിൻ്റേത് അയാളുടെ മാത്രമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന നിലയിൽ നമുക്ക് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പോട്ടെ, അത് പലരും പലതായിട്ട് പറയുകയാണല്ലോ, അങ്ങനെ പറയണം. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ന്യായീകരിക്കുകയാണ്. അത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുക. കാരണം പിണറായി വിജയൻ എന്താണ് രാഗേഷ് പറഞ്ഞത് എന്നറിയാതെയല്ല ഈ പറയുന്നത്, നമുക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണ് രാഗേഷ് പ്രസംഗിച്ചത് എന്നുള്ളത് അതിൻ്റെ വീഡിയോ ക്ലിപ്പുണ്ട്, എല്ലാവരും കാണുന്നുമുണ്ട്. എന്താണ് രാഗേഷ് പ്രസംഗിച്ചത്? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ ന്യൂനപക്ഷ വർഗീയത
ഉയർത്തിവിട്ട് ആ വർഗീയത നിറഞ്ഞാടിയ തെരഞ്ഞെടുപ്പാണ്. മതത്തിൻ്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് മതത്തിനും പള്ളിക്കും വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത് എന്നാണ് പറഞ്ഞത്, അല്ലേ? അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവന ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFനെ നയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് LDFനെ കുറിച്ചുണ്ടായിരുന്ന ധാരണകളുടെ അടിസ്ഥാനം തന്നെ, അല്ലെങ്കിൽ അത് കടപുഴകി വീഴുകയാണ്. അതൊരു മതേതരമായ എന്തോ ഒരു സങ്കല്പത്തിൽ, അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള അവരുടെ വാചക കസർത്തൊക്കെ പൊള്ളയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങേയറ്റം പൊള്ളയാണ് എന്ന് പറയേണ്ടി വരും ഈ ന്യായീകരണത്തിലൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 BJP സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണിത്. എങ്ങനെയാണ് അവർ വിജയിക്കുന്നത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ കേരളത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വലിയ പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണോ അവർ വിജയിക്കുന്നത്? അല്ലല്ലോ. നമുക്ക് വ്യക്തമായി അറിയാവുന്നതുപോലെ അവരുടെ വർഗീയതയും അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആശയങ്ങളുടെ സ്വഭാവവും ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഉള്ള 3 പേർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഈ രാഗേഷും അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഏത് വശത്തേക്കാണ് അവരുടെ കുന്തമുന തിരിച്ചു വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും. അപ്പോൾ നമുക്കറിയാം ഇനി ഒരുപക്ഷെ പോട്ടെ, ഇപ്പോൾ ഇതിൽ തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് നമുക്ക് നോക്കാം. മുസ്ലിം ലീഗ് എവിടെയാണ് മതം പറഞ്ഞും പള്ളി പറഞ്ഞും വോട്ട് പിടിച്ചിട്ടുള്ളത്? ഒരു സ്ഥലത്താണ് ഇവർ അങ്ങനെ ഒരു പ്രചാരണം നടത്താൻ നോക്കിയത്. നമുക്കറിയാം, പേരാമ്പ്രയിലാണ്. പേരാമ്പ്രയിൽ ഇവരുടെ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ ഇങ്ങനെ ഒരു പ്രചാരണം നടന്നു. അത് അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ കൺവീനർ, LDF കൺവീനർ TP രാമകൃഷ്ണനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല, ലീഗ് അങ്ങനെ പ്രചാരണം നടത്തിയെന്ന് ഞങ്ങൾ പറയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഈ രാഗേഷോ പിണറായി വിജയനോ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അതല്ല അവരുടെ നിലപാട് എന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീഗിനെക്കുറിച്ച്. ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചാരണത്തിൽ എവിടെയാണ് മതം പറഞ്ഞും പള്ളി പറഞ്ഞും അവർ വോട്ട് പിടിച്ചതായി ഇവർക്ക് പറയാൻ കഴിയുക? അതിനുള്ള വ്യക്തമായ തെളിവ് ഇവരുടെ കയ്യിലുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഗതി വന്നത്, അത് അല്ലാന്ന് അവരുടെ നേതാവ് തന്നെ പറയുന്നു. മറ്റെവിടെയാണത് പറഞ്ഞിട്ടുള്ളത്? മൂന്നാമത്, ജയന്തി രാജൻ എന്ന് പേരുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച പാർട്ടിയാണ് ലീഗ്, അല്ലേ? കൂത്തുപറമ്പിൽ. അങ്ങനെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏത് മതത്തിൻ്റെ പേരിലാണ് അവരോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത്? അവരുടെ ഏത് മതത്തിനാണ് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുക? ഇനി ഇത് പോട്ടെ. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയാണല്ലോ വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാട് പൊതുവിൽ UDFന് അനുകൂലമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, മലമ്പുഴ ഈ 5 മണ്ഡലങ്ങളിൽ ഞങ്ങൾ പിന്തുണച്ചത് LDF സ്ഥാനാർത്ഥികളെയാണ്. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതിന് കാരണമുണ്ട്. അവരോടൊന്നെങ്കിലും യോജിപ്പുണ്ടായിട്ടില്ല. BJPയെ പരാജയപ്പെടുത്താൻ അത് ആവശ്യമാണ് എന്ന് കരുതുന്നുകൊണ്ടാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത്. നോക്കൂ, ഈ 5 മണ്ഡലങ്ങളിൽ ഏത് മതത്തിന് വേണ്ടിയാണ് അവർ വോട്ട് പിടിച്ചത്? ഏത് പള്ളിയുടെ പേരിലാണ് അവർ വോട്ട് പിടിക്കേണ്ടത്? അവിടെ പറയൂ. ഈ 5 മണ്ഡലങ്ങളിലും മത്സരിച്ചതിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുണ്ടോ? നോക്കൂ, നേമം, ആറ്റിങ്ങൽ, നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. കഴക്കൂട്ടം, ചാത്തന്നൂർ, മലമ്പുഴ, ഈ 5 സ്ഥലങ്ങളിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ അവിടെ മതത്തിൻ്റെ പേരിലാണോ വോട്ട് പിടിച്ചത്? പള്ളിയുടെ പേരിലാണോ വോട്ട് പിടിച്ചത്? രാഗേഷ് പറയണം. രാഗേഷ് മറുപടി പറയേണ്ട ചോദ്യമാണ്. അതിന് പിന്തുണയ്ക്കുന്ന പിണറായി വിജയനും പറയണം. ഇനി ഇത് പോട്ടെ, ബാക്കിയുള്ള സ്ഥലങ്ങളിലോ അവർ സ്വന്തം നിലക്ക് മത്സരിച്ചതല്ലാതെ ബാക്കി സ്ഥലങ്ങളിലും UDF സ്ഥാനാർത്ഥികളിൽ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്? എന്ത് മതത്തിനാണ് അവർ വോട്ട് പിടിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതുപോലുള്ള പ്രസ്താവനകൾ വളരെ അവാസ്തവവും അങ്ങേയറ്റം വിദ്വേഷജനകവുമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്, പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ സികേഷ് പറഞ്ഞ പോലെ ജനം തിരുത്തിയിട്ടും ഞങ്ങൾ സ്വയം തിരുത്താൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവർ എത്ര കാലമായി, സികേഷ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 1-2 വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഒരുപക്ഷെ നമ്മുടെ ഗസ വിഷയത്തിൽ, ഫലസ്തീൻ വിഷയത്തിൽ ഒരു വലിയ റാലി നടത്തിയതിനപ്പുറം അത് പക്ഷേ നേരിട്ട് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും ചെയ്തിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമുക്കറിയാം, ഒരു ഐക്യദാർഢ്യ സമ്മേളനമാണ്. അതിനുശേഷം എവിടെയെങ്കിലും
ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്കെതിരെ എവിടെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് ലെഫ്റ്റിൻ്റേതായിട്ടുണ്ടായിട്ടുണ്ടോ, CPM-ൻ്റേതായിട്ടുണ്ടായിട്ടുണ്ടോ? ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു സംഭവം എടുത്തു പറയട്ടെ. അപ്പോൾ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒന്നും ഉന്നയിക്കാനില്ല. അതിനകത്ത് അവർക്ക് എന്തെങ്കിലും നടക്കാഞ്ഞിട്ടാണോ? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നാം ജീവിക്കുന്ന ഇന്ത്യയിൽ ഏത് രീതിയിലാണ് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവർക്ക് എതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കറിയുന്നതാണ്. അവിടെയാണ് ഈ നിസ്സംഗത ഇവർ പാലിക്കുന്നത്. ഈ നിസ്സംഗത പാലിച്ചുകൊണ്ടാണ് അവർ എന്ത് പറയുന്നത്, ന്യൂനപക്ഷ വർഗീയത വിളയാടിയ. അതിനകത്ത് ഇദ്ദേഹം പിണറായി വിജയൻ കൊടുത്തൊരു നിർവചനമുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കണം. രാഷ്ട്രീയ മതസ്വത്വവാദമാണ് വർഗീയത. മതരാഷ്ട്രീയ സ്വത്വം എന്താണത് എന്നുള്ള അദ്ദേഹം തന്നെ പറയേണ്ടി വരും. കുറച്ചധികം നമ്മൾ പണിയെടുക്കേണ്ടി വരും അത് വിശദീകരിച്ചു. ഇനി മതസ്വത്വവാദമാണെങ്കിൽ അത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ വർഗീയത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പഠിച്ചത് വേറെന്തോ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പിന്നെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമല്ല അദ്ദേഹം പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. കാരണം മതസ്വത്വവാദത്തെ നമ്മൾ ആ നിലയിൽ സമീപിക്കണം. അതിന് പൊളിറ്റിക്കലി സമീപിക്കേണ്ട ഒരു വിഷയമാണ്. അത് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ തീവ്ര ഇടതുപക്ഷ ധാരകളെ ഇവരെങ്ങനെയാണ് സമീപിക്കുന്നത്? അവർ മുഴുവൻ ശത്രുക്കളാണ് എന്നല്ലോ, അവരുമായിട്ട് രാഷ്ട്രീയ സംവാദം വേണമെന്നാണ് അവരുടെ നിലപാട്. സമാനമായി തന്നെ ഏത് സ്വത്വവാദവുമായും രാഷ്ട്രീയമായ സംവാദമാണ് അവർ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത്, അല്ലാതെ അവരെ വർഗീയ ശക്തികളായിട്ട് തള്ളിക്കളയുക എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്വത്വവാദത്തിൽ ജാതി ഉൾപ്പെടുന്നില്ലേ? കീഴാള രാഷ്ട്രീയമില്ലേ? ആ രാഷ്ട്രീയത്തെ ഇവരെങ്ങനെയാണ് വിശേഷിപ്പിക്കുക? അത് ജാതീയത എന്നാണോ പറയുക? അതിനെതിരായിട്ടുള്ള സംഘടിതമായ അറ്റാക്കിനെയാണ് നമ്മൾ വർഗീയതയെന്നും ജാതീയതയെന്നും പറയുക. ജാതീയതയ്ക്കും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള ഒറ്റപ്പെട്ടതെങ്കിലും സ്വത്വത്തെ മുൻനിർത്തിയുള്ള പ്രതിരോധമാണ് സ്വത്വരാഷ്ട്രീയം. ഇതറിയാത്ത ആളാണോ പിണറായി വിജയൻ? ഈ രീതിയിൽ പ്രസംഗിക്കുക, സംസാരിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈ പാർട്ടി തിരുത്താൻ പോകുന്നില്ല എന്ന് അടിയുറച്ച് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജിംസ്, നിലവിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചലനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു നേതൃത്വം CPM-നില്ലേ? രണ്ട്, CPM-ൻ്റെ അകത്ത് തന്നെയുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സഖാക്കൾ, അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്ന രോഷമുണ്ട്. CPM-ൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നു, അല്ല അവർ പറയുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, ഇവരെ ചാപ്പ കുത്തുന്നു എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ CPM ഇനിയും തയ്യാറാകുന്നില്ല എന്നല്ലേ രാകേഷ് പറയുന്നൊരു വിമർശനം കൂടി? ഇതിൽ ഇന്നുണ്ടായ പ്രതികരണങ്ങൾ, രാകേഷിൻ്റെ പ്രസംഗം പുറത്തു വന്നതും പിണറായി വിജയൻ അതിനെ പിന്തുണച്ചതും, നമ്മൾ ഇന്നലെ ഞാനും കണ്ടത് എന്താണ്? ഓരോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അതിരൂക്ഷമായ വിമർശനം MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ ഉണ്ടാവുകയാണ്. MV ഗോവിന്ദനെതിരായിട്ടുള്ള വിമർശനം എന്താണ്? അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, സംസാര ശൈലി, അത് ജനങ്ങൾ വെറുപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. അല്ലാതെ ഇതിൽ നയപരമായ എടുത്ത തീരുമാനത്തിലോ അത് എക്സിക്യൂട്ട് ചെയ്തതിലുണ്ടായ വീഴ്ച എന്നതിനല്ല. അദ്ദേഹം സംസാരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, ആളുകൾ വെറുപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ജനങ്ങളെ അകറ്റും എന്നുള്ളതാണ്. എന്നാൽ പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനം അതിൽ കുറച്ചുകൂടി രൂക്ഷമാണ്. ഒന്ന്, പിണറായി വിജയനാണ് ഈ തോൽവിക്ക് കാരണമെന്നും പിണറായി വിജയൻ്റെ നയസമീപനങ്ങൾ തെറ്റായിരുന്നുവെന്നും അത് ചോദ്യം ചെയ്യപ്പെടാതെ ഏകാധിപത്യ രീതിയിലേക്കാണ് അത് പാർട്ടിയെ അദ്ദേഹം നയിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയെയും സർക്കാരിനെയും ഒന്നാക്കി മാറ്റി. മുമ്പ് പാർട്ടിയും സർക്കാരും രണ്ടായിരുന്നു. സർക്കാരിനെ പാർട്ടി നയിച്ചിരുന്നു, സർക്കാരിനെ പാർട്ടി തിരിച്ചിരുന്നുവെങ്കിൽ പിണറായി വിജയൻ വന്നതിന് ശേഷം പാർട്ടിയും സർക്കാരും ഒന്നായി മാറി. പാർട്ടി അണികളുടെ പ്രധാനപ്പെട്ട പണി സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യലായി മാറി, പാർട്ടി ഡിഫെൻഡ് ചെയ്യലല്ല. നമ്മൾ മുമ്പ് ഇത് ഒരുപാട് നമ്മുടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് പണികൾ വിളിച്ചു പറയുന്നതേ ഉള്ളൂ. നമ്മൾ തന്നെ അത് പലപ്പോഴും ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്രയും വിമർശനങ്ങൾ വരുന്നത് ശുഭോദർക്കമാണ് ശരിക്കും. അത് അങ്ങനെ ഒരു വിമർശനം പരസ്യമായിട്ട്, കാരണം നിർഭയമായി സഖാക്കൾക്ക് വിമർശിക്കാം എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് ശേഷം പാർട്ടി കമ്മിറ്റിക്കകത്തു നിന്ന് അത്തരം വിമർശനം ഉണ്ടാകുന്നത് ശുഭോദർക്കമാണ്. പക്ഷേ ആ വിമർശനങ്ങളൊന്നും കാര്യമായ മാറ്റമുണ്ടാക്കുമോ എന്നൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാരണം ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളാണ് ഇപ്പോൾ ഈ വിലയിരുത്തലുകൾ നടത്തുന്നത്. ഇനി അത് താഴെ കമ്മിറ്റികളിലേക്ക് കൂടി പോകും. അപ്പോൾ ജില്ലാ കമ്മിറ്റികൾ തന്നെ, ഒട്ടുമിക്ക ജില്ലാ കമ്മിറ്റികളും ഈ നയത്തിനെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്തിനാണെന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ കാമ്പുള്ള, അതായത് കഴിഞ്ഞ 10 വർഷം നടന്ന ഒരു പാർട്ടി സമ്മേളനത്തിലും ഉയരാത്ത ക്വസ്റ്റ്യൻസ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ചോദിക്കാനുള്ള ധൈര്യം ആളുകൾക്കുണ്ടാവുന്നു, ആളുകളത് ചോദിക്കുന്നു. പക്ഷേ ഇനി ജില്ലാ കമ്മിറ്റിയും കടന്ന് ഇനി ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലങ്ങളിലേക്ക് ഈ റിവ്യൂ പോവുകയാണ്. ഈ റിവ്യൂ പോകുമ്പോൾ അവിടെ നിന്ന്
ഇതിലും രൂക്ഷമായ വിമർശനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറേ കൂടി ഗ്രൗണ്ടിൽ ഉള്ള പ്രശ്നങ്ങൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ, ആഭ്യന്തര വകുപ്പുമായ പ്രശ്നങ്ങൾ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റികളൊന്നും വന്നിട്ടില്ല. അത് വരിക പ്രാദേശിക ഘടകങ്ങളിലാണ്. കാരണം അവരാണ് അത് ഏറ്റവും കൂടുതൽ കൺഫ്രണ്ട് ചെയ്യേണ്ടി വന്ന ആളുകൾ. ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി നിൽക്കുകയും പോലീസ് അവരുടെ തോന്നി വഴിക്ക് പോവുകയും ആഭ്യന്തര വകുപ്പിന് പോലീസിന് വേണ്ടി ഒരു റോളില്ലാതിരിക്കുകയും ചെയ്തതിൻ്റെ ഇരകൾ, യഥാർത്ഥ ഇരകൾ പ്രാദേശിക തലത്തിലാണ്. അവിടെ നിന്നായിരിക്കും യഥാർത്ഥത്തിൽ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യാണ് പിണറായി? ആ ചർച്ചയ്ക്ക് മേൽ ഒരു ഇരുമ്പ് കർട്ടനിടുകയാണ് എന്ത് ചെയ്തത്. സംഭവിച്ചത്, ഇലക്ഷനിൽ തോൽവി സംഭവിച്ചത് ഞാൻ കാരണമല്ല, എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, എൻ്റെ നയങ്ങളല്ല പ്രശ്നം എന്താണ്? ന്യൂനപക്ഷ വർഗീയതയാണ്. എക്സ് ഓർ വൈ എന്ത് പേരൂട്ടതിന് വിളിച്ചോട്ടെ, ന്യൂനപക്ഷ വർഗീയതയാണ് അതിന് കാരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും മോശമായൊരു തോൽവി LDF ഉണ്ടാവുക, CPM സീറ്റുകൾ നഷ്ടപ്പെടുക, CPM കോട്ടകൾ എന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി അനുഭാവികളും പാർട്ടി സഖാക്കളും ഉൾപ്പെടെ UDF വോട്ട് ചെയ്യുക, അവർ ജയിക്കുക. ഇത് CPM ചരിത്രത്തിലില്ലാത്തതാണ്. ഇതിലും മോശമായ തോൽവിയൊക്കെ CPM ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ആലോചിക്കുക. പക്ഷേ പാർട്ടി കോട്ടകളിൽ സഖാക്കൾ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പാർട്ടിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത് എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ ഒരു സംഭവം. എത്ര തോൽവി ഉണ്ടായാലും ഒലിച്ചു പോകാത്ത കോട്ടകൾ CPM ഉണ്ടായിരുന്നു. ആ കോട്ടകളാണ് ഒലിച്ചു പോയിട്ടുള്ളത്. അതിനർത്ഥം പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി ഉണ്ട് എന്നാണ്. പാർട്ടിക്കകത്ത് വലിയ അസംതൃപ്തിയാണ്. അപ്പോൾ ആ അസംതൃപ്തി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയും കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടില്ല. പാർട്ടി സമ്മേളനങ്ങൾ അത് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് പറ്റിയ അവസരം ഇപ്പോഴാണ്. ആ അവസരത്തിൽ അവരത് ഉപയോഗിച്ചു, പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്നു. എന്നിട്ടും അതിൻ്റെ സൂചന എന്താണ്, അത് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, അത് മനസ്സിലാവുമ്പോൾ ഇനി അതങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ഇനി ഏരിയ തലത്തിലും ലോക്കൽ തലത്തിലും ബ്രാഞ്ച് തലത്തിലും ഒന്നും നിങ്ങൾ ഇതിൻ്റെ കാരണം കണ്ടെത്തണ്ട, ഞാൻ കാരണം കണ്ടെത്തി നിങ്ങളോട് പറയുന്നു. ഇത് ന്യൂനപക്ഷ വർഗീയതയാണ്, രാകേഷ് പറഞ്ഞാണ് ശരി. രാകേഷ് ചുമ്മാ പറയുന്നതല്ല, രാകേഷ് മറ്റാർക്കും വേണ്ടി പറയുന്നതാണ്. അതർവൈസ് KK രാകേഷ് ഇന്നേ വരെ അങ്ങനെ അസർട്ടീവായിട്ട് ഒരു പാർട്ടി നയം ഒരിടത്തും അങ്ങനെ പ്രഖ്യാപിക്കാറില്ല. ഇത് പറയിപ്പിക്കുന്നതാണ്. അതിനെ പിണറായി വിജയൻ പിന്താങ്ങുന്നു. അപ്പോൾ ഇനി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരു മെസ്സേജ് താഴെ തട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന ശക്തി കേന്ദ്രത്തിനെതിരായിട്ടുള്ള കലാപത്തെ തടയിടുകയാണെന്ന് പിണറായി വിജയൻ ചെയ്തത്. എനിക്കുള്ളൊരു നിരാശ അതിലല്ല. അപ്പോൾ പിണറായി വിജയനെ പോലൊരാൾ ആ പാർട്ടിയെ നയിക്കുക, വർഷങ്ങളായി അദ്ദേഹം നയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഏകാധിപത്യ ശൈലിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പാർട്ടി ഏത് രീതിയിലേക്കാണ് വ്യതിചലിപ്പിച്ചതെന്ന് പലതരം വിമർശനങ്ങൾ പാർട്ടിക്ക് അതൊന്നും പുറത്തു നോക്കേണ്ടത്, അതൊക്കെ ശരി തന്നെ. എൻ്റെ സങ്കടം ഈ CPMലൊരു പുതിയ തലമുറയുണ്ടല്ലോ, യുവാക്കൾ അതിൽ ധാരാളമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഏത് ഘടനയ്ക്കകത്തും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന യുവാക്കളാണ്. പുതിയ ചിന്തകൾ അവർക്കാണ് ഉണ്ടാവുക. അങ്ങനെ ചിന്തകളുള്ള യുവാക്കളൊക്കെ മൗനികളായിരിക്കുന്നു. ഇപ്പോൾ ശിവപ്രസാദ് പറയുന്നത് വേറെ കോണ്ടെക്സ്റ്റിലാണ്, വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ്. പക്ഷേ പാർട്ടിക്കകത്ത് ആ ശബ്ദം വരണ്ടേ? ഈ യുവാക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ DYFI, SFI, അതിലുള്ള പുതിയ യുവാക്കൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിൽ ബുദ്ധിയുള്ള മനുഷ്യരെന്ത് ചെയ്യുകയാണ്? അവരെന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിക്കൊരു ഇൻ്റലിജൻഷ്യ ഉണ്ടായിരുന്നു, ഒരു ബുദ്ധിജീവി വിഭാഗം ഈ പാർട്ടിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം നമ്മൾ പാർട്ടി ബുദ്ധിജീവി എന്ന് പറയുന്ന ആരെയാണ്? ഗോവിന്ദൻ മാസ്റ്ററെയാണ്. ഗോവിന്ദൻ മാസ്റ്ററുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിജീവിതത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണ്. അപ്പോൾ MP ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ ഈ ഫേസ്ബുക്കിലേക്ക് നിരന്തരം പോസ്റ്റുകൾ വരികയായിരുന്നു. അതായത് ഈ പാർട്ടി അനുഭാവികളായ മാധ്യമപ്രവർത്തകരല്ലാത്തവരും പറയും ഇദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്. എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ പേര് കേൾക്കുന്നുണ്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാന കമ്മിറ്റി നമ്മൾ പേര് കേൾക്കുന്നില്ല, അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു PR എന്ന പോലെ കുറിപ്പിടുകയാണ് ആളുകൾ. ഇദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്. ഓക്കെ, പക്ഷേ അദ്ദേഹം വന്നിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ വളരെ കഷ്ടപ്പെട്ട് സിദ്ധാന്തം പറയുന്ന ഒരാളായിട്ട് നമുക്കത് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, ഈ ബുദ്ധിജീവി വിഭാഗം അവർ ചിന്തിക്കുകയും പാർട്ടിയുടെ ദിശയെക്കുറിച്ച് ആശങ്കപ്പെടുകയും അത് ചൂണ്ടിക്കാട്ടുകയും പാർട്ടിക്കകത്തല്ല അത് പുറത്താണ് ചെയ്യുക. ആ ഒരു വിഭാഗം എവിടെ? ഈ പാർട്ടി പോകുന്നത് ശരിയായ രീതിയിലല്ല. അതെങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് എന്തെല്ലാം നയവ്യതിയാനമാണ് സംഭവിക്കുന്നത്? നമ്മൾ നയങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുകയും അടവ് നയങ്ങൾ പാർട്ടി കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്യുമ്പോൾ ആ അടവ് നയങ്ങൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ സമൂഹത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇപ്പോൾ രാകേഷ് പറഞ്ഞതും പിണറായി ആവർത്തിച്ചമായ കാര്യം മുസ്ലിം വർഗീയതയാണ് തോൽവിക്ക് കാരണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് CPM, ഒരു 4-5 വർഷമായിട്ട് CPM പിന്തുടരുന്ന രീതിയാണ്.
വോട്ട് സമാഹരിക്കാൻ വേണ്ടി മാത്രം പിന്തുടരുന്ന രീതിയാണ്. അതൊരിക്കലും ഒരു പാർട്ടി ഡോക്യുമെൻറ്റിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയാണ് നമ്മളെ എതിർത്ത് തോൽപ്പിക്കേണ്ടതെന്ന് പാർട്ടി രേഖകളിൽ എവിടെയില്ല. എന്ന് മാത്രമല്ല, പാർട്ടി രേഖകളിൽ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശം സംരക്ഷിക്കണമെന്നാണ് പാർട്ടി രേഖകളിലുള്ളത്. പക്ഷേ പിണറായി വിജയൻ കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു അടവ് നയമാണ്, അത് രേഖപ്പെടുത്തപ്പെട്ട ഒന്നല്ല. ഓക്കെ, ഈ അടവ് നയം അബദ്ധമാണ്, ഇത് അപകടമാണ് എന്ന് ആരെങ്കിലുമൊക്കെ പറയണ്ടേ? ഈ ഘട്ടത്തിൽ എവിടെയാണ് ഈ ഒന്ന് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ ആളില്ല, ആകെയുള്ളത് സുനിൽ പേളയുടെയാണ് ബുദ്ധിജീവിയായിട്ട് നമ്മൾ കാണുന്ന ആൾ. അദ്ദേഹമാണെങ്കിൽ രാമായണത്തെയും മഹാഭാരതത്തെയും പറ്റിയുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ആര് ചൂണ്ടിക്കാട്ടും? ഇത് വലിയൊരു അപകടമാണ്. അത് പിണറായി വിജയൻ കേരള സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമേജ് ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഒരു സിവിൽ സമൂഹത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. സിവിൽ സമൂഹത്തിലെ കോമാളികൾ എന്നൊക്കെയാണ് ഫേസ്ബുക്കിൽ അത്ര ആളുകളെ പറ്റി ചിലർക്ക് വിശേഷിപ്പിക്കുക. അപ്പോൾ ഒന്ന് സിവിൽ സൊസൈറ്റി ഇല്ലാതാക്കി. ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ അവരേതെങ്കിലും പാർട്ടിയോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരിക്കില്ല, അവരെല്ലാ പാർട്ടികളെയും തിരുത്തും. അങ്ങനെ ഒരു സിവിൽ സൊസൈറ്റി ഇന്നില്ല. അങ്ങനെ ആരെങ്കിലും അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കൂട്ടമായി വന്ന് സൈബർ അറ്റാക്ക് ചെയ്ത് അവരെ വാടപ്പിച്ചിട്ടുണ്ട്. രണ്ട്, ഈ പാർട്ടിയുടെ അകത്തുള്ള ഇൻ്റലിജൻഷ്യ, ഈ പറയുന്ന ബുദ്ധിജീവി വിഭാഗം, അവരസ്തമിച്ചു പോയി കഴിഞ്ഞ 10 വർഷമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പാർട്ടിയുടെ തിയറിയും സിദ്ധാന്തമൊന്നും പറയണ്ടെന്നേ, തിയറിയൊന്നും പറയണ്ട. പാർട്ടി സ്വീകരിക്കുന്ന നയനിലപാടുകൾ എന്തെങ്കിലും പാലിച്ചിട്ടുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടണം. ഇന്ന പ്രശ്നങ്ങൾ, സാമൂഹിക ആഘാതങ്ങൾ ഇതിനുണ്ടാവും, ഇന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടാവും എന്ന് ചൂണ്ടിക്കാട്ടണ്ടേ? അപ്പോൾ ഇത്രയും വലിയൊരു തോൽവി നേടിയിട്ടും പിണറായി വിജയൻ എന്ന വ്യക്തി താൻ ഇതുവരെ സ്വീകരിച്ച നയനിലപാടുകളിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നതോടുകൂടി ഇനി അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതോടെയുണ്ട്. ഇനി ഈ പാർട്ടിക്ക് നഷ്ടമായ വോട്ടുകൾ എങ്ങനെ അദ്ദേഹം തിരിച്ചുകൊണ്ടുവരും? ഏത് വോട്ടുകളെയാണ് അദ്ദേഹം തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അതായത് പാർട്ടിക്ക് ചില വോട്ടുകൾ നഷ്ടമായി, അപ്പോൾ ആ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകൾ നമുക്കറിയാം. ഫലസ്തീൻ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട്, അതുപോലെ പൗരത്വ പ്രക്ഷോഭത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാട്, ഇത് ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളിൽ നിന്ന് നഷ്ടമാകാൻ കാരണമായി എന്നാണ് അന്ന് പാർട്ടി കണ്ടെത്തിയത്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ധാരാളമായി വിശകലനങ്ങളുണ്ടായിരുന്നു. ആ ഒരു തിയറിയിൽ തന്നെയാണ് ഇപ്പോഴും പാർട്ടി നിൽക്കുന്നതെങ്കിൽ, പിണറായി വിജയൻ നിൽക്കുന്നതെങ്കിൽ ഏത് വോട്ട് തിരിച്ചു കൊണ്ടുവരാമെന്നാണ് അവർ വിചാരിക്കുന്നത്? എവിടെയാണ് ഏത് ബഹുജനാടിത്തറ വിപുലപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്? അതായത് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ജയിച്ചത് ആണോ? തളിപ്പറമ്പിൽ ജയിക്കുന്ന ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടാണോ? CPM-ൻ്റെ ധർമ്മടത്ത് പിണറായി വിജയന് 19,000-ലേക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ടാണോ? VPP മുസ്തഫയ്ക്കെതിരെ സന്ദീപ് വാര്യർക്ക് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വർഗീയത എന്തുതരം വർഗീയതയാണ്? H. സലാമിനെതിരെ H. സലാമും G. സുധാകരനും, H. സലാമിനെ സുഡാപ്പി എന്നാണ് ആളുകൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം SDPക്കാരെന്ന് ആക്ഷേപമുള്ളപ്പോൾ ഈ ന്യൂനപക്ഷ വർഗീയത അയാൾക്ക് വോട്ട് ചെയ്യാതെ പകരം സുധാകരനെ വിജയിപ്പിക്കുന്നു. ഇത് മനസ്സിലാകാത്തതാണോ, അതല്ല ഞങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതാണോ? പക്ഷെ വളരെ നിരാശാജനകമാണ് CPM-ൻ്റെ അവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന CPM അതിൻ്റെ ഒരു മണ്ണിൽ വേരുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അത് ഈ തിരിച്ചടികളിൽ നിന്നൊക്കെ തിരിച്ചു വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് മണ്ണിൽ ആളുകളുണ്ട്, പക്ഷേ ആളുകൾക്ക് ദിശാബോധം നൽകാനോ ആ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാനോ അവർ തിരിച്ച് പാർട്ടി പ്രവർത്തനത്തിൽ കൊണ്ടുവരാനോ ഒരു ശ്രമവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ഈ തങ്ങൾക്ക് തിരിച്ചടി നേരിട്ടത് എന്ത് തരം നയങ്ങൾ കൊണ്ടാണോ അതേ നയം തന്നെ പിന്തുടരാൻ ഒരു പാർട്ടി നേതൃത്വം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതെ, തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഉയരുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന സഖാക്കന്മാരൊക്കെ വളരെ ആഹ്ലാദത്തിൽ ഇത്തരം വിലയിരുത്തലുകളെ സ്വീകരിക്കണം. ആ സമയത്താണ് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ വന്നിട്ട് ന്യൂനപക്ഷ വർഗീയതയാണ് തോൽവിക്ക് കാരണമെന്ന് പറയുന്നത്. അത്തരത്തിൽ നേരത്തെ ഇതിൽ സന്തോഷിച്ചിരുന്ന സഖാക്കളുടെ ഒരു നിരാശ കൂടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. KK രാഗേഷിനെയൊക്കെ ആര് തിരുത്തും എന്നാണ് ചോദിക്കാനുള്ളത്.